കുറേ മെസ്സേജുകൾ വന്ന് കിടക്കുന്നു. ഒന്ന് വിളിക്കൂ എന്ന് ചോദിച്ചിട്ട് ആരാണെന്ന് വിളിച്ച് സംസാരിക്കാം. ഹലോ, നമസ്കാരം. ഹലോ സാർ. നമസ്കാരം സാർ. ആഹാ, പറയൂ. എന്റെ പേര് ഗ്രീഷ. ഞാനാണ് മെസ്സേജ് അയച്ചത്. അതിനുള്ള ഫൈന് അങ്ങോട്ട് വരും കേട്ടോ, ഇത്രയും മെസ്സേജ് അയച്ചേന്. ഒരുപാട് മെസ്സേജ് അയച്ചു. പക്ഷെ അതിന് പെറ്റി ഉണ്ട്, പെറ്റി. എന്താ സാർ? അതിന് പെറ്റി ഉണ്ടോന്ന്, പെറ്റി. ഓക്കെ, ഞാനത് ചെയ്തോളാം. ശരി, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. എന്റേത് 11th February 1989. ടൈമോ? ടൈം 12:45 PM. 45 PM. അശ്വതി അല്ലേ നക്ഷത്രം? അതെ സാർ. ശനിയാഴ്ച ദിവസം, മകരം 29-ാം തീയതി. മോൾക്ക് കണ്ടകശനി സമയമായിരുന്നു ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കടന്നു വന്നത്. അതിപ്പോൾ ഒന്ന് മാറുകയാണ് കേട്ടോ. മാത്രമല്ല ചന്ദ്രദശയിൽ ശനിയുടെ അപഹാരവുമായിരുന്നു, അതിപ്പോൾ മാറുന്നുണ്ട്. എന്നാലും പൂർണ്ണമായി ഒരു മാറ്റം എന്ന് പറയുന്നത് 2024 മാർച്ച് മാസം 3-ാം തീയതിക്ക് ശേഷമാണ്. ഇപ്പം കുറച്ചൊരു മെൻ്റൽ സ്ട്രെയിനും ഭയങ്കര നെഗറ്റീവുകളും വെറുതെ നടക്കേണ്ടതും കുറച്ച് ഡിലേ വരികയൊക്കെ ചെയ്യും. മനസ്സിലായി? പക്ഷേ അത് നിങ്ങൾ ഒരു പ്രശ്നമുണ്ട്. എന്താ പറയുക, നിങ്ങൾ കുഞ്ഞു കാര്യങ്ങൾ എടുത്തിട്ട് ഭയങ്കരമായിട്ട് ചിന്തിക്കും. അതങ്ങ് മാറ്റിയേക്കണം. എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുക? നമുക്ക് ഈ ലോകത്തെ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല. എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ശ്രമിച്ചാൽ നമ്മൾ ഫെയിലുവർ ആയി പോകും, അല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മൾ എങ്ങനെ ഏത് കാര്യം ചെയ്താലും എല്ലാവർക്കും ഒരേപോലെ തൃപ്തിയായിക്കൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അതുകൊണ്ട് എന്താ കാര്യം എന്ന് വെച്ചാല്, ഞാനിപ്പോ കല്യാണം കഴിഞ്ഞിട്ട് 4.5 വർഷമായി. പക്ഷെ ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ഇതുവരെ എനിക്ക് മനസ്സിലായി നിങ്ങളുടെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെന്ന്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മളെല്ലാവരെയും അങ്ങ് തൃപ്തിപ്പെടുത്താനൊന്നും ശ്രമിക്കേണ്ട. നിങ്ങൾക്ക് പക്ഷെ നല്ലൊരു ജോലിയെല്ലാം കിട്ടാൻ സാധ്യതയുള്ള ആളാണ്. അതിനുവേണ്ടി ട്രൈ ചെയ്യണം. ഇപ്പം ജോലി ഉണ്ടാകാനുള്ള ചെറിയ സാധ്യതയുണ്ട്. ഉണ്ടെങ്കിൽ അവിടെ നിന്നുകൊണ്ട് കൂടുതൽ നല്ല ഉയരങ്ങളിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. ഇപ്പൊ ഒരു ജോലി ഉണ്ട്, ഞാൻ തിരുവനന്തപുരത്ത് ജോലി ചെയ്തോണ്ടിരിക്കുന്നു. കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു നല്ല ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടും, നല്ല രീതിയിൽ പോകാൻ കഴിയും. നമ്മളുടെ മനസ്സിന് നമുക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻറ്റ് ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഇൻഡിപെൻഡൻ്റ് എന്നൊരു തോന്നൽ ഉണ്ടാക്കിയെങ്കിലേ പറ്റുള്ളൂ. അതിനുവേണ്ടി ശ്രമിക്കണം കേട്ടോ. സമയം ഒന്ന് മാറുന്നുണ്ട് മോളെ. 2024 മാർച്ച് മാസം 3-ാം തീയതിക്ക് ശേഷം നിങ്ങളെ സംബന്ധിച്ച് ഇതുവരെ ഉണ്ടായിരുന്ന കുറച്ച് പ്രശ്നങ്ങളൊന്ന് പരിഹരിക്കപ്പെടാനുള്ള സാധ്യതകളുമുണ്ട്. കുറച്ചുകൂടി ഇമോഷണലി മെച്യൂർഡ് ആവണം കേട്ടോ. ധൈര്യമായിട്ട് ഹസ്ബൻഡിന്റെ ഒന്നും കൂടെ നോക്കാൻ പറ്റും. പറയൂ. 20 January 1985. ടൈമോ? 1:30 PM. ഉത്രാടം. പുള്ളിക്ക് മേടരശനി കാലമൊക്കെ ആയിരുന്നു. ഇപ്പം അത് മാറി വരുന്നുണ്ട്. ശരിക്കും രണ്ടുപേർക്കും കുറേ നെഗറ്റീവായിട്ടുള്ള ടൈം ആയിരുന്നേ. നമ്മൾ എപ്പോഴും ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കുറച്ച് പോസിറ്റീവ് കാര്യങ്ങൾ കൂടി കൂടുതൽ ചിന്തിച്ച് പോകണം. എനിക്ക് തോന്നുന്നു 2024 കുറച്ചുകൂടി അനുയോജ്യമായിട്ടുള്ളൊരു വർഷമാകാനാണ് കൂടുതൽ സാധ്യതയുള്ളത് കേട്ടോ. ധൈര്യമായിട്ടിരിക്കും. 2024 നിങ്ങൾക്ക് സന്തോഷകരമായ ഒരു വർഷമാകാനാണ് സാധ്യതയുള്ളത്. ടെൻഷൻ മാറ്റുക, പോസിറ്റീവ് ആകുക. തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കും. ഓക്കെ. അത്യാവശ്യമായിട്ടൊന്ന് വിളിക്കുക, ഒരു കാര്യം അറിയാനാണെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ്. ആരാണെന്ന് നോക്കാം. നമസ്കാരം. ഹരി പത്മനാഭൻ എന്ന് പറഞ്ഞ ഒരാളാ സൂര്യ ടി വിന്ന്. എന്താണ് അവിടെ വലിയ ബഹളം? ഞാൻ ജോലി സ്ഥലത്താ. അയ്യോ, ഇപ്പൊ സംസാരിക്കാൻ പറ്റില്ല. അത് കുഴപ്പമില്ല. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞു. ഡേറ്റ് ഓഫ് ബർത്ത് 18/1/1984. സമയം 5:30 AM. പുണർദം. കുറച്ച് ഈ പുള്ളിക്കാരൻ ഇത് ഹസ്ബൻഡ് ആണോ? പുള്ളിക്കാരന് നല്ല മോശം പീരീഡാണ് ഇപ്പോൾ കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടുകളും ഭയങ്കര ടെൻഷനും ഭയങ്കര പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാൻ ഇടയുള്ള ഒരു പീരീഡാണ്. ശ്രദ്ധിച്ചോളാൻ പറയണം കേട്ടോ. ബുധദശയിൽ രാഹുവിൻ്റെ അപഹാരം കൂടാണ്. കുറച്ച് കരുതൽ പുലർത്തി മുമ്പോട്ട് പോകാൻ വേണ്ടി പറഞ്ഞാൽ മതി ഇപ്പോഴത്തെ ഒരു സമയം. വരുമാനമൊക്കെ ഭയങ്കരമായിട്ട് പ്രശ്നത്തിലാവുന്ന ഒരു പീരീഡൊക്കെയാണ്. കുഴപ്പമില്ല, മാറും കേട്ടോ. 2024 ശരിക്കും പൂർണ്ണമായിട്ട് അടുത്ത വർഷം പകുതി കഴിഞ്ഞിട്ടേ ഉള്ളൂ. എങ്കിലും ഈ വർഷം അവസാനത്തോടു കൂടിയൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും. നിങ്ങൾ ആശങ്കപ്പെടേണ്ട.
ഇപ്പം നാഗരാജ ക്ഷേത്രത്തിലൊക്കെ പോകുന്നത് നല്ലതാ, പോയി പ്രാർത്ഥിക്കുന്നത് നല്ലതാ. അതോടൊപ്പം നല്ലോണം പ്രവർത്തിക്കാനും പറയണം. ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമൊക്കെ വരുവേ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് പുള്ളിയും മാനസികമായിട്ട് വല്ലാണ്ട് ടെൻഷനിലാവും. അതാണിപ്പോ ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ. ആരോഗ്യവും കൂടെ ശ്രദ്ധിച്ചോളാൻ പറയണം. കുഞ്ഞു കുഞ്ഞു ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളും ഉണ്ട്. അപ്പൊ മനസ്സുകൊണ്ട് പതറരുത്, കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ പറയണം. എന്ത് ചെയ്യുമ്പോഴും ശ്രദ്ധിച്ച് ചെയ്യാൻ പറയണം കേട്ടോ. ശരിക്കും ഇപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ച് അനുയോജ്യമായിട്ടുള്ള ഒരു സമയമല്ല. വരുമാനത്തെക്കാൾ ചെലവുകൾ വർദ്ധിക്കുകയോ വരുമാനം കുറച്ച് പ്രശ്നത്തിലാവുകയോ ഒക്കെ ചെയ്യുന്ന പീരീഡാണ്. അതാണിപ്പം എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോഴും തോന്നുന്നു അല്ലേ? അതെ. അപ്പൊ അതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടാ. കുഞ്ഞു പിള്ളേരാ ഉള്ളത്. ഇപ്പൊ നമ്മളതുകൊണ്ട് ഭയങ്കര ഒരു ഇതിലായിപ്പോ പോകുന്നത്. എന്തെങ്കിലും പുതുതായിട്ട് കാര്യം ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടോ? പുതുതായിട്ടല്ല, പുള്ളിക്ക് ഇപ്പൊ ഡിസൈൻ പണി ആണേ, ഈ ഇന്റീരിയർ ഡിസൈൻ ഒക്കെ. പക്ഷെ വർക്ക് കുറവാ. വർക്ക് ഉണ്ട്, പക്ഷെ ആ പൈസ എങ്ങനെയൊക്കെയോ അത് പോവുക. ഞാൻ ചോദിക്കുന്നത് ഈ പുറത്ത് പുള്ളി സ്വന്തമായിട്ട് എടുത്ത് ചെയ്യുകയാണോ? സ്വന്തമായിട്ടായിരുന്നു, പക്ഷെ സ്വന്തമായിട്ട് ചെയ്തിട്ടൊന്നും അതൊന്നും ശരിയാകുന്നില്ല. അല്ല, ഞാൻ പറഞ്ഞ പുറത്തേക്ക് എങ്ങാണേ പോകാനുള്ള എന്തെങ്കിലും നല്ല സാധ്യതകൾ വരുന്നുണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്തൂടെ? കാരണം ഇവിടെ നിന്നിപ്പോൾ എന്ത് സംഭവിക്കാന്ന് വെച്ചാൽ കിട്ടുന്നു ചെലവാകുന്നുള്ളതിനപ്പുറം ഒന്നും സമ്പാദിക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മളെ ആരും സഹായിക്കാനുമില്ല അത്യാവശ്യത്തിന്. അപ്പോൾ പിന്നെ ഒരു അത്യാവശ്യ ഘട്ടമൊക്കെ വന്നാൽ സാമ്പത്തികമായിട്ടും മറ്റുമൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് അങ്ങനെ നല്ല എന്തെങ്കിലും ഒരു ചാൻസ് വരുന്നുണ്ടെങ്കിൽ അതൊന്ന് നോക്കാൻ വേണ്ടി പറയൂ. അതല്ലേ നല്ലത്? കാരണം പുള്ളിക്ക് ഈ പറ്റില്ല എന്ന് പറയാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളാണ്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിച്ചാലൊക്കെ. അതുകൊണ്ട് ഈ സേവിങ്സ് പലപ്പോഴും പറ്റില്ല, അതൊരു ബുദ്ധിമുട്ടാണ്. പാവ മനുഷ്യനാണ്, പക്ഷേ ഈ സാമ്പത്തികമായ കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള ചെലവുകൾ ഭയങ്കരമായിട്ട് അധികരിക്കും. എനിക്ക് തോന്നുന്നു സ്വന്തമായിട്ട് ചെയ്ത് ഇത്തിരി കടബാധ്യത ഉണ്ടാക്കിയിട്ടുണ്ടാവാം അല്ലേ? നമുക്ക് അതല്ല, നമ്മളോട് പറയുന്നില്ല അതെന്താന്ന്. അല്ല, അത് ഈ പുള്ളി ഒരു ആവേശത്തിന് പല കാര്യങ്ങളും ചെയ്തു. പക്ഷെ പലപ്പോഴും ഈ പൈസ ചോദിച്ച് മേടിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് പുള്ളിയെ സംബന്ധിച്ചുണ്ട്. അതൊരു പ്രശ്നമാണ്. ഇപ്പൊ നമ്മളൊരു ജോലി ചെയ്യുന്നു എന്നുള്ളതല്ല, അവിടെ നിന്ന് എങ്ങനെ നമ്മൾ പൈസ മേടിക്കുന്നു എന്നുള്ളതാണല്ലോ. അപ്പൊ അതിനുള്ള ബുദ്ധിമുട്ടുകൾ പുള്ളിയെ സംബന്ധിച്ചുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ പുറത്തേക്ക് പോകാനുള്ള എന്തെങ്കിലും നല്ല സാധ്യതകൾ വരുന്നുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്താൻ വേണ്ടി പറയണം. എന്താണെങ്കിലും നിങ്ങൾ പ്രയാസപ്പെടാതിരിക്കൂ. അടുത്ത വർഷം എന്തെങ്കിലുമൊക്കെ നല്ല ചില സന്തോഷകരമായ ചില സാധ്യതകളൊക്കെ വരുമ്പോൾ അത് ഏറ്റെടുത്തിട്ട് കൂടുതൽ നല്ല രീതിയിൽ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കാൻ പറയണം. അതോടൊപ്പമാണ് ഞാൻ പറഞ്ഞത്, നാഗരാജ പ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യുന്നത് നല്ലതാ. നാഗരാജ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ജ്യോതിഷ വിചാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷ വിചാരത്തിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാം. കത്തുകൾ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സംശയങ്ങളും എല്ലാം ഞങ്ങളെ എഴുതി അറിയിക്കാം. കത്തുകളിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കേണ്ട. വാട്സപ്പിലൂടെയും നിങ്ങൾക്ക് സംശയങ്ങൾ ഞങ്ങളോട് ചോദിക്കാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9446133100. കത്തുകൾ അയക്കേണ്ട വിലാസം സൂര്യ TV, ഹെവൻലി പ്ലാസ, സിവിൽ ലൈൻ റോഡ്, വാഴക്കാല, പിൻകോഡ് 682021. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.